ഒരു 2-3 മാസം മുമ്പ് സമറ ഇന്റർനാഷണൽ കത്തി. ഇപ്പോഴും അതിന് ഒക്യുപ്പൻസി കൊടുത്തിട്ടുള്ള ബിൽഡിങ്ങിന് അതിനകത്ത് 5-6 പേരെ കണ്ട് മരിച്ചു. അതിനെതിരെ FIR ഇട്ടിട്ടുണ്ടോ? ഇതിനകത്ത് ആൾ താമസമില്ലാഞ്ഞുകൊണ്ട് ആളില്ലാഞ്ഞത് കൊണ്ടും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് ഇപ്പുറത്തെ ഫയർഫോഴ്സ് വന്ന് നടക്കുന്ന വെല്ലോൻ്റെ പറമ്പിൽ കൂടെയല്ല. ഒരാൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ മേളിൽ നിന്ന് ടോപ്പ് പൊളിച്ചിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ? എന്നിട്ടാണ് ഇവർ ഈ കഥ പറയണത്. ഇവരൊക്കെ കൈക്കൂലി ലക്ഷക്കണക്കിന് രൂപ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥനും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥരടക്കം പലരും ലക്ഷങ്ങൾ കൈക്കൂലി മേടിച്ചിട്ടാണ് ഇതിനൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, സീറ്റ് പൊളിക്കാണ്ടാണോ ഒരു ഫയർ ഉദ്യോഗസ്ഥൻ അതിനകത്തോട്ട് കയറിയെന്ന് നിങ്ങൾ നോക്ക്. കളമശ്ശേരിയിൽ പഴയ ദേശീയ ഹൈവേയിലാണ് ഈ ബിൽഡിംഗ് ഫയർഫോഴ്സ് അവിടെ നിന്ന് തീയണക്കുന്നത്, കണ്ടില്ലേ? ഇനി അവിടെ നിന്ന് തീയണയ്ക്കാൻ വന്ന ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവർ NOC കൊടുക്കില്ലേ? എത്ര നല്ല ബിൽഡിങ്ങാണ് ഇരിക്കുന്നത്? 4, 5, 6 നിലയിൽ ഫയർ NOC വേണ്ടേ മാൻഡേറ്ററി ആയിട്ട്? ഈ പറയുന്ന ബിൽഡിങ്ങിനകത്ത് എന്ത് ചട്ടം പാലിച്ചിട്ടാണ് അവരെ ബിൽഡിങ് കൊണ്ടുതേക്കണമെന്ന് നോക്കി. കൊമേഴ്ഷ്യൽ ബിൽഡിങ് പണിയുമ്പോൾ മാൻഡേറ്ററി ആയിട്ട് ഇത്ര ദൂരം വേണമെന്ന് ചട്ടമില്ല. അതോ ഉദ്യോഗസ്ഥൻ്റെ അഴിമതി കാണിക്കുന്നവൻ്റെ വീടിന് മാത്രമേ പെർമിറ്റ് തരാൻ പാടില്ല എന്ന് നിയമമുണ്ടോ? അപ്പോൾ ഇത് നിയമലംഘനമല്ലേ? അപ്പോൾ പറയും അത് ഞങ്ങൾ NOC കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പെർമിറ്റ് കൊടുക്കുമ്പോൾ ഇതൊന്നും വയലേഷൻ ഉണ്ടായില്ല എന്ന് പറയും. കൂട്ടിച്ചേർത്തിട്ട് ഇതൊക്കെ കാണണ്ടേ? ഫയർഫോഴ്സ് ഇപ്പുറത്തെ ഫയർഫോഴ്സ് വന്ന് നടക്കുന്ന വെല്ലോൻ്റെ പറമ്പിൽ കൂടെയല്ല. ഒരാൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ മേളിൽ നിന്ന് ടോപ്പ് പൊളിച്ചിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ? എന്നിട്ടാണ് ഇവർ ഈ കഥ പറയണത്. ഇവരൊക്കെ കൈക്കൂലി ലക്ഷക്കണക്കിന് രൂപ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥനും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥരടക്കം പലരും ലക്ഷങ്ങൾ കൈക്കൂലി മേടിച്ചിട്ടാണ് ഇതിനൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, സീറ്റ് പൊളിക്കാണ്ടാണോ ഒരു ഫയർ ഉദ്യോഗസ്ഥൻ അതിനകത്തോട്ട് കയറിയെന്ന് നിങ്ങൾ നോക്ക്. ഒരാൾക്ക് ഇപ്പോഴും തീ അണയ്ക്കാൻ പറ്റിയിട്ടില്ല. ചെറിയൊരു തീ ഞങ്ങൾ മഴയുമ്പോൾ കാണുന്നത് ചെറിയൊരു തീയിലാണ്. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്ക്. ആ ഷീറ്റടക്കം മുഴുവൻ പൊളിച്ചിട്ട് ഇപ്പോഴും തീ അണയ്ക്കാൻ പറ്റിയിട്ടില്ല. 3 യൂണിറ്റ് നിലവിൽ ഫയർഫോഴ്സ് വന്നു കഴിഞ്ഞു. ഇതിനെയാണ് ഞങ്ങളുടെ നാട്ടിൽ അഴിമതിക്കാരെന്നൊക്കെ പറയുന്നത്. ആ ഉമ്മാരാണ് നമ്മുടെ പേരിൽ ഉമ്മാക്കി അണിച്ച് പേടിപ്പിക്കാൻ നോക്കണത്. ലക്ഷങ്ങളാണ് ഉമ്മാർ കൈക്കൂലി മേടിച്ചത്. കൈക്കൂലി മേടിച്ച ഉമ്മാരെയൊക്കെ തന്നെ ആദ്യം മുക്കാലി കെട്ടിയിട്ട് തല്ലണം. കേസെടുക്കുമോ? പോലീസ് ഉണ്ടല്ലോ അവിടെ. കളമശ്ശേരി സ്റ്റേഷനിലെ പോലീസുകാരടക്കം എല്ലാവരും വന്നിട്ടുണ്ട്. കേസെടുക്കുമോ? പോലീസ് കേസെടുക്കുമോ നോക്ക്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും FIR ഇടുമെന്ന് നോക്ക്. ഇത് അനധികൃത നിർമ്മാണമായതിൻ്റെ പേരിൽ അന്ന് ടോപ്പ് മെമ്മോ അടക്കമുള്ളവന്ന് കൊടുത്ത് ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് മാസങ്ങളായിട്ടിത് പ്രവർത്തനം നിന്ന് കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ ബൂത്ത് കമ്മിറ്റി വേണമല്ലോ. ആ ബൂത്ത് കമ്മിറ്റി ആയിട്ട് വന്നതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് പണി തുടങ്ങി. അനധികൃത കെട്ടിട നിർമ്മാണം നടത്തിയതിന് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ അടക്കം നിരവധി ആളുകളുടെ പരാതി ഇപ്പോഴും കിടപ്പുണ്ട്. അനവധി ചട്ടലംഘനങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടത്തിയിട്ടുണ്ട് ഈ ബിൽഡിങ്ങിൽ. മതിൽ വരെ പൊളിച്ചോ? ഒരു 2-3 മാസം മുമ്പ് സമറ ഇന്റർനാഷണൽ കത്തി. ഇപ്പോഴും അതിന് ഒക്യുപ്പൻസി കൊടുത്തിട്ടുള്ള ബിൽഡിങ്ങിന് അതിനകത്ത് 5-6 പേരെ കണ്ട് മരിച്ചു. അതിനെതിരെ FIR ഇട്ടിട്ടുണ്ടോ? ഇതിനകത്ത് ആൾ താമസമില്ലാഞ്ഞുകൊണ്ട് ആളില്ലാഞ്ഞത് കൊണ്ടും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പം ഇനിയും ഇങ്ങനെ തന്നെ എനിക്കും കിട്ടണം കിമ്പളം എന്നുള്ള ഒറ്റ നിലപാട് കൊണ്ട് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഈ കാണിക്കുന്ന പ്രവൃത്തികൾ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ തീപിടുത്തം ഉണ്ടായാലും ഇത് തന്നെയല്ലേ അവസ്ഥ. എല്ലാ ബിൽഡിങ്ങും ആണ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ കണ്ടോ ഒന്നും അവർ വഴുതൂല. കാരണം ഇവരുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന സേനയിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ ലക്ഷങ്ങൾ കൈക്കൂലി മേടിച്ചിട്ടാണ് ഇതേപോലെയുള്ള ഒത്താശ ചെയ്യണം. എല്ലാ വർഷവും വന്ന് ഇതേപോലെയുള്ള ബിൽഡിങ്ങുകൾ പരിശോധിക്കാൻ അവർക്ക് ബാധ്യതയില്ലേ? അവർ പരിശോധിക്കണ്ടോ നോക്ക്. ഫയർ NOC എല്ലാ വർഷവും പുതുക്കി കൊടുക്കണോ? സ്ഥല പരിശോധന പോലും നടത്തൂല്ലോ. പരാതി ഉണ്ടല്ലോ, പരാതിക്ക് പരിഹാരം ഉണ്ടോ നോക്ക്. ഒരാളും പരിഹരിക്കാനും ഇല്ല, ഒന്നുമില്ല. അത് തന്നെ പറഞ്ഞത്, ഇതേപോലെയുള്ള ജനപ്രതിനിധികളും ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരുമാണ് നമ്മുടെയൊക്കെ നാടിൻ്റെ ശാപം.